ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 57 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ചികിത്സയിലായിരുന്ന സുലേഖ ഇന്നലെ മരണമടഞ്ഞു. ഹൃദ്രോഗിയായിരുന്നു, ഗൾഫിൽ നിന്ന് വന്നതായിരുന്നു. ഇവരുടെ മരണത്തോടെ സംസ്ഥാനത്ത് മരണം 10ആയി. ഇന്ന് പോസിറ്റീവായതിൽ 55 പേരും പുറത്തുനിന്ന് വന്നവരാണ്. 18 പേർക്ക് പരിശോധനാ ഫലം നെഗറ്റീവായി. കാസർഗോഡ് 14, മലപ്പുറം 14, തൃശ്ശൂർ 9, കൊല്ലം 5, പത്തനംതിട്ട 4, തിരുവനന്തപുരം 3, എറണാകുളം 3, ആലപ്പുഴ 2, പാലക്കാട് 2, ഇടുക്കി 1. ഇത്തരത്തിലാണ് പോസിറ്റീവായത്. ഇതിൽ 27 പേർ വിദേശത്തു നിന്ന് വന്നവർ, 28 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ, ഒരാൾ എയർ ഇന്ത്യ സ്റ്റാഫ്, ഒരാൾ ഹെൽത്ത് വർക്കർ. നെഗറ്റീവായത് മലപ്പുറം 7, തിരുവനന്തപുരം, കോട്ടയം 3 വീതം, പത്തനംതിട്ട, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ 1 വീതം. ഇതുവരെ 1326 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 708 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 1,39,661 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലുമായി 1,38,397 പേർ. 1,246 പേർ ആശുപത്രികളിൽ. ഇന്ന് 174 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതുവരെ 68,979 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. 65,273 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതുവരെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 13,470 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 13,037 നെഗറ്റീവാണ്. ആകെ 121 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇന്ന് പുതുതായി പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 5 ഹോട്ട്സ്പോട്ട്. ഇന്ന് 9 കേരളീയരാണ് വിദേശ രാജ്യങ്ങളിൽ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. ഇതുവരെ 210 പേരാണ് മരണമടഞ്ഞത്. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും കേരളീയർ മരണമടയുന്നു. ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കേരളീയരുടെ മൃതദേഹം പോലും ബന്ധുക്കൾക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. അക്ഷരാർത്ഥത്തിൽ ദുരിതകാലമാണ് നാം പിന്നിടുന്നത്. പ്രിയ സഹോദരങ്ങളുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. പുറത്തുനിന്ന് ആളുകൾ എത്തുമ്പോൾ സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ നാം മുൻകൂട്ടി കണ്ടിരുന്നു. മെയ് 4 ശേഷമുണ്ടായ പുതിയ കേസുകളിൽ 90%
പുറത്തുനിന്ന് വന്നതാണ്. മെയ് 4 മുൻപ് അത് 67%. മെയ് 29 മുതൽ ദിവസം ശരാശരി 3000 ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് മേഖലകളിൽ 24 മണിക്കൂറും കർഫ്യൂവിന് സമാനമായ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. മെഡിക്കൽ ആവശ്യങ്ങൾ, കുടുംബാംഗങ്ങളുടെ മരണം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ യാത്ര അനുവദിക്കൂ. ഇതിനായി അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാസ് വാങ്ങണം. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ദിവസവും കേരളത്തിലെത്തി ജോലി ചെയ്ത് മടങ്ങുന്ന തൊഴിലാളികൾക്ക് 15 ദിവസത്തെ കാലാവധിയുള്ള താൽക്കാലിക പാസ് നൽകും. ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പാസ് നൽകുന്നത്. മാസ്ക് ധരിക്കാത്ത 3075 സംഭവങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 7 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. മാർച്ച് അവസാനം രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ ലോക്ക്ഡൗണിൽ നിന്ന് ഘട്ടം ഘട്ടമായി പുറത്തു കടക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിൽ ചില കാര്യങ്ങളിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരാനോ കർക്കശമാക്കാനോ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തെയും രോഗവ്യാപനത്തിൻ്റെ സ്ഥിതി വിലയിരുത്തിയാണ് ഇത്തരത്തിൽ മാറ്റം വരുത്തേണ്ടത്. കേന്ദ്ര മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ പരിശോധിക്കുകയുണ്ടായി. ഇതിൽ ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കും. കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂട്ടം കൂടുന്നത് തുടർന്നും അനുവദിക്കാൻ കഴിയില്ല. രോഗവ്യാപനം തടയാൻ അതാവശ്യമാണ്. കേരളത്തിൽ സംഘം ചേരുന്നവരിൽ സാംസ്കാരിക പ്രസ്ഥാനത്തിലും യുവജന സംഘടന ഒഴികെയുള്ള രാഷ്ട്രീയ സംഘടനകളിലും കൂടുതൽ പ്രായാധിക്യമുള്ളവരാണ്. സംഘം ചേരൽ അനുവദിച്ചാൽ റിവേഴ്സ് ക്വാറന്റൈൻ പരാജയപ്പെടും. പ്രായമായവർ വീടുകളിൽ നിന്നും പുറത്തു വന്നാൽ അപകട സാധ്യത കൂടുതലാണ്. ആൾക്കൂട്ട സാധ്യതയുള്ള ഒരു സംഘം ചേരലുകളും നിലവിലുള്ള സാഹചര്യത്തിൽ അനുവദിക്കുന്നത് അപകടകരമാവും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 50 പേർ എന്ന പരിധി വെച്ച് വിവാഹ ചടങ്ങുകൾ അനുവദിക്കാമെന്നാണ് കാണുന്നത്. കല്യാണ മണ്ഡപങ്ങളിലും മറ്റു ഹാളുകളിലും 50 പേർ എന്ന നിലയിൽ വിവാഹ ചടങ്ങുകൾക്ക് മാത്രമായി അനുമതി നൽകും. വിദ്യാലയങ്ങൾ സാധാരണ പോലെ തുറക്കുന്നത് ജൂലൈയിലോ അതിനുശേഷമോ മതിയെന്നാണ് സർക്കാർ കരുതുന്നത്. ഇക്കാര്യവും കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യും. 8-ാം തീയതിക്ക് ശേഷം അനുവദിക്കേണ്ട ഇളവുകളുടെ കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം കേന്ദ്രത്തെ അറിയിക്കും. കണ്ടെയ്ൻമെൻറ് സോണിൽ പൂർണ്ണ ലോക്ക്ഡൗൺ ആയിരിക്കും. ജൂൺ 30 വരെ ഇന്നത്തെ നിലയിൽ അത് തുടരും. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്നതിന് സർക്കാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പാസ് എടുക്കുകയും വേണം. രജിസ്റ്റർ ചെയ്യാതെ ആളുകൾ വന്നാൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും. അന്തർജില്ലാ ബസ് സർവീസ് പരിമിതമായ തോതിൽ അനുവദിക്കാം. തൊട്ടടുത്ത 2 ജില്ലകൾക്കിടയിൽ
ബസ് സർവീസ് അനുവദിക്കാമെന്നാണ് കരുതുന്നത്. എല്ലാ സീറ്റുകളിലും ഇരുന്ന് യാത്ര ചെയ്യാം. ബസ് യാത്രയിൽ മാസ്ക് ധരിക്കണം. വാതിലിനരികിൽ സാനിറ്റൈസർ ഉണ്ടാകണം. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുകയും വേണം. കാറിൽ ഡ്രൈവർക്ക് പുറമെ 3 പേർക്ക് യാത്ര ചെയ്യാം. ഓട്ടോയിൽ 2 യാത്രക്കാരെ അനുവദിക്കും. സിനിമാ ഷൂട്ടിംഗ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്റ്റുഡിയോക്കകത്തും ഇൻഡോർ ലൊക്കേഷനിലുമാകാം. എന്നാൽ 50 പേരിലധികം പാടില്ല. ചാനലുകളുടെ ഇൻഡോർ ഷൂട്ടിങ്ങിൽ പരമാവധി ആളുകളുടെ എണ്ണം 25. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അതിർത്തി ജില്ലകളിൽ നിത്യേന ജോലിക്ക് വന്ന് തിരിച്ചു പോകുന്നവരുണ്ട്. അവർക്ക് പ്രത്യേക പാസ് അനുവദിക്കും. പൊതുമരാമത്ത് ജോലികൾക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് 10 ദിവസത്തേക്കുള്ള പാസ് നൽകും. കേരളത്തിൻ്റെ കോവിഡ് മഹാമാരിയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ പ്രഥമ പരിഗണനയിൽ വരേണ്ടത് നാം ഇവിടെ സ്വീകരിച്ച പ്രതിരോധ മാർഗത്തിൻ്റെ പ്രത്യേകതകളാണ്. മിക്ക പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൊതു ആരോഗ്യ സംവിധാനത്തിന് ഊന്നൽ നൽകുന്നതാണ് നമ്മുടെ പ്രതിരോധ പദ്ധതി. ഇതിന് ട്രേസ്, ക്വാറന്റൈൻ, ടെസ്റ്റ്, ഐസൊലേറ്റ്, ട്രീറ്റ് എന്നീ 5 ഘടകങ്ങളാണുള്ളത്. രോഗം രൂക്ഷമായി പടർന്നു പിടിച്ച മിക്കയിടങ്ങളിലും ട്രേസ്, ക്വാറന്റൈൻ എന്ന ആദ്യത്തെ 2 ഘട്ടങ്ങൾ ഒഴിവാക്കുകയുണ്ടായി. അവർ ടെസ്റ്റിങ്ങിലും ട്രീറ്റ്മെൻറ്റിലും മാത്രമാണ് ഊന്നൽ നൽകിയത്. അതിൻ്റെ ഭാഗമായി രോഗം പടരുന്ന സാഹചര്യം ഫലപ്രദമായി തടയാൻ സാധിച്ചില്ല. രോഗവ്യാപനം വലിയ തോതിൽ തടഞ്ഞു നിർത്താൻ കേരളത്തിന് സാധിച്ചത് ഈ തരത്തിലുള്ള ഇടപെടൽ കൊണ്ടാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി വികേന്ദ്രീകൃതമായ പൊതുജനാരോഗ്യ സംവിധാനം തന്നെയാണ്. കോവിഡ്-19 രോഗത്തിൻ്റെ കേരളത്തിലെ ബേസിക് റീപ്രൊഡക്റ്റീവ് നമ്പർ പരിശോധിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ മികവ് മനസ്സിലാക്കാനാകും. ഒരു രോഗിയിൽ നിന്നും എത്ര ആളുകളിലേക്ക് രോഗം പകരുന്നു എന്നതാണ് ബേസിക് റീപ്രൊഡക്റ്റീവ് നമ്പർ. കൊറോണയുടെ കാര്യത്തിൽ 3 ലോകതലത്തിൽ ശരാശരി റീപ്രൊഡക്റ്റീവ് നമ്പർ. അതായത് ഒരാളിൽ നിന്നും 3 പേരിലേക്ക് കോവിഡ് പകരുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു. കേരളത്തിൽ ആദ്യത്തെ 3 കേസുകൾ വുഹാനിൽ നിന്നാണ് എത്തിയത്. അപ്പോൾ അവരിൽ നിന്നും ഒരാളിലേക്ക് പോലും രോഗം പടരാതെ നോക്കാൻ നമുക്ക് സാധിച്ചു. ഇന്ത്യയിൽ കൊറോണ വൈറസ് പടരാൻ സാധ്യതയുണ്ടെന്ന് ജനുവരി 18 ലോകാരോഗ്യ സംഘടന പറഞ്ഞത്. 19 തന്നെ സംസ്ഥാന സർക്കാർ അത് സംബന്ധിച്ച് ഓർഡർ ഇറക്കി. 21 തന്നെ സ്ക്രീനിങ്ങിൻ്റെയും ടെസ്റ്റിങ്ങിൻ്റെയും
മാനദണ്ഡങ്ങൾ തീരുമാനിച്ചു. 26-ന് കേരളത്തിൽ ആദ്യ കേസ് രേഖപ്പെടുത്തി. ആ സമയത്ത് തന്നെ നാം രോഗവ്യാപനം തടയാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് അടുത്ത ഘട്ടങ്ങളിൽ കേരളത്തിലെ ആക്റ്റീവ് കോവിഡ് കേസുകളിൽ 75% പുറത്തുനിന്ന് വന്ന കേസുകളും 25% സമ്പർക്കം മൂലമുണ്ടായതുമാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ രോഗത്തിൻ്റെ ബേസിക് റീപ്രൊഡക്റ്റീവ് നമ്പർ 0.45 ആക്കി നിലനിർത്താൻ നമുക്ക് സാധിച്ചു. ലോക ശരാശരി 3 ഓർക്കണം. ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്കേ ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. വേറൊരു കാര്യം ഇവിടെ ആലോചിക്കാം. മറിച്ചായിരുന്നു അവസ്ഥയെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കോവിഡ്-19 സീരിയൽ ഇൻ്റർവെൽ ശരാശരി 5 ദിവസമാണ്. അതായത് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളിലേക്ക് പകർത്താൻ വേണ്ട സമയം. കേരളത്തിലെ ബേസിക് റീപ്രൊഡക്റ്റീവ് നമ്പർ 3 സങ്കല്പിച്ചാൽ നിലവിലുള്ള 670 ആക്റ്റീവ് കേസുകൾ 2 ആഴ്ച കൊണ്ട് ഏതാണ്ട് 25,000 ആകേണ്ടതാണ്. ശരാശരി മരണനിരക്ക് 1% എടുത്താൽ തന്നെ മരണസംഖ്യ 250 കവിയുകയും ചെയ്യും. എന്നാൽ കേരളത്തിൽ അതല്ല സംഭവിച്ചതെന്ന് നമ്മളെല്ലാം കണ്ടതാണ്. അതിന് കാരണം ഈ രോഗവ്യാപനം തടയാൻ വേണ്ട ട്രേസിങ്ങും ക്വാറന്റൈനും ഫലപ്രദമായി നമുക്ക് നടപ്പാക്കാൻ സാധിച്ചതാണ്. ഒരു വലിയ വിപത്തിനെ ഇങ്ങനെയാണ് ഇത്രയും നാൾ നാം തടഞ്ഞു നിർത്തിയത്. അതുകൊണ്ട് തന്നെ ഹോം ക്വാറന്റൈനും കോൺടാക്റ്റ് ട്രേസിങ്ങും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ. എപ്പിഡമോളജിക്കൽ ലിങ്കേജ് അഥവാ കേസുകളുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് കണ്ടെത്താനാകാത്ത കുറേ കേസുകൾ ഒരേ സ്ഥലത്ത് കണ്ടെത്തുമ്പോഴാണ് സമൂഹ വ്യാപനം ഉണ്ടായെന്ന് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിൽ ഇത്തരം 10-30 കേസുകൾ കണ്ടെത്തിയില്ലേ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. അത് സമൂഹ വ്യാപനത്തിൻ്റെ ലക്ഷണമല്ലേ എന്ന് സ്വാഭാവികമായും ഉന്നയിക്കപ്പെട്ടേക്കാം. ഉത്ഭവമറിയാത്ത ഈ 30 കേസുകളും സമൂഹ വ്യാപനമല്ല. എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ചക്കാലത്ത് അയാളുമായി ബന്ധപ്പെട്ട എല്ലാ മനുഷ്യരെയും പൂർണ്ണമായും ഓർത്തെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് റൂട്ട് മാപ്പിൽ കുറച്ചുപേരെങ്കിലും ലിങ്ക് ചെയ്യപ്പെടാതെ പോയേക്കാം. അത്തരത്തിലൊരാൾക്ക് പുതുതായി രോഗം ബാധിച്ചാൽ എപ്പിഡമോളജിക്കൽ ലിങ്ക് ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ അത് സമൂഹ വ്യാപനത്തിൻ്റെ ലക്ഷണമായി ഉറപ്പിക്കാനും സാധിക്കില്ല. അപ്പോൾ അടുത്തപടിയായി അവിടെ അത്തരം സംഭവങ്ങൾ കൂടുതലായി ഉണ്ടോ എന്ന് പരിശോധിക്കുകയും
അവിടെ കൂടുതൽ പേരിൽ ടെസ്റ്റ് നടത്തി നോക്കുകയും ചെയ്യും. ഇത്തരം കേസുകളുടെ, അതായത് എപ്പിഡമോളജിക്കൽ ലിങ്ക് ഇല്ലാത്ത, എവിടുന്ന് കിട്ടിയെന്നറിയാത്ത കേസുകളുടെ ഒരു ക്ലസ്റ്റർ അഥവാ കൂട്ടം കേരളത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തും ഉണ്ടായിട്ടില്ല എന്ന് പരിശോധിച്ച് ഉറപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും സമൂഹ വ്യാപനത്തിൽ പെടുത്താനാകില്ല. ഈ ഒറ്റപ്പെട്ട 30ഓളം കേസുകളിലും കഴിഞ്ഞ 14 ദിവസം അവർ ബന്ധപ്പെട്ടവരിൽ രോഗിയോ രോഗിയുടെ പ്രൈമറി കോൺടാക്റ്റിൽ ഉള്ളവരോ ഉണ്ടോ എന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അവർ സെക്കൻഡറി കോൺടാക്റ്റായി മാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർ സമൂഹ വ്യാപനത്തിലേക്ക് പോയിട്ടില്ല. ഇത് കോവിഡ്-19 മാത്രം പ്രത്യേകതയാണ്. മറ്റ് ചില പകർച്ചവ്യാധികളിൽ ഇങ്ങനെയല്ല. ഒരു കേസ് ഉണ്ടായാൽ തന്നെ സമൂഹ വ്യാപനമായി കണക്കാക്കാറുണ്ട്. മഴക്കാലം തുടങ്ങുന്നതിനാൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനരാരംഭിക്കുന്നതിനുള്ള സമഗ്രമായ പദ്ധതി തയ്യാറാക്കും. സ്വകാര്യ മേഖലയെ ഫലപ്രദമായി ഉപയോഗിക്കും. കോവിഡ് ഇതര രോഗങ്ങളുടെ ചികിത്സ ഉറപ്പാക്കും. മെഡിക്കൽ കോളേജുകളിൽ രോഗികൾ കൂടുതലായി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ്, ഹെൽത്ത് സർവീസസിൻ്റെ കീഴിലുള്ള ആശുപത്രികളിൽ ചികിത്സ കഴിയുന്നതും പഴയ തരത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പല തലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. പുതുതായി രോഗവുമായി എത്തുന്നവർ, നേരത്തെ രോഗമുള്ളവരുടെ പുനഃപരിശോധന, അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർ, ഡയാലിസ്, ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ മാറ്റിവെച്ച ചികിത്സകൾ തുടങ്ങി പരിചരണം ആവശ്യമുള്ള പല വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ടെലിമെഡിസിൻ പദ്ധതി കുറവുകൾ പരിഹരിച്ച് കൂടുതൽ വ്യാപിപ്പിക്കും. ഫോൺ, നെറ്റ് കൺസൾട്ടേഷൻ റിസർവേഷൻ കൂടുതൽ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ആരംഭിക്കും. സ്വകാര്യ മേഖലയുമായി ചേർന്ന് താഴെത്തട്ടിൽ മൊബൈൽ ക്ലിനിക്കുകൾ സ്ഥാപിക്കും. സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സ കൂടുതലായി ലഭ്യമാക്കുന്നതിനുള്ള വിശദമായ കർമ്മപരിപാടിയും നിർദ്ദേശങ്ങളും തയ്യാറാക്കും. വിദേശത്തു നിന്നും കൂടുതൽ പേർ എത്തിത്തുടങ്ങിയതോടെ കോവിഡ് മരണനിരക്കിൽ വർധനയുണ്ടായിട്ടുണ്ട്. മെയ് 4-ന് 3 പേരാണ് മരണപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോഴത് 10 വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ അമിതമായ ആശങ്കപ്പെടേണ്ടതില്ല. പ്രായാധിക്യമുള്ളവർക്കും ഗുരുതരമായ രോഗമുള്ളവർക്കും വിദേശത്തു നിന്നും വരുന്നതിൽ മുൻഗണന നൽകിയിട്ടുണ്ട്. ഇവർ രോഗബാധിതരായി തന്നെയാണ് എത്തുന്നത്. അപ്പോൾ അവർ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ കാരണം തന്നെ ചിലർ മരണപ്പെടുന്ന നിലയുണ്ടായിട്ടുണ്ട്. അത് മരണനിരക്ക് ഉയരുന്നതിനും ഇടയാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ളവരുടെ എണ്ണം കുറയുന്നതോടെ ഇതിൽ മാറ്റം വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ റിവേഴ്സ് ക്വാറന്റൈൻ, സംരക്ഷണ സമ്പർക്ക വിലക്ക് നമുക്ക്
കൂടുതൽ ശക്തമാക്കാൻ ആകണം. കോവിഡ് രോഗം ബാധിച്ച് മരണമടഞ്ഞവരെ മറവ് ചെയ്യുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ വിഭാഗം ഡയറക്ടറേറ്റ് പെരുമാറ്റച്ചട്ടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിപ്പ മൂലം മരണമടഞ്ഞവരെ മറവ് ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ ലഘൂകരിച്ച പെരുമാറ്റച്ചട്ടമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിലും നടപ്പാക്കും. ചില ട്രെയിനുകൾ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ട്രെയിൻ യാത്ര ആകാമെന്നാണ് കാണുന്നത്. റിട്ടേൺ ടിക്കറ്റോടെ അത്യാവശ്യത്തിന് വരുന്നവർക്ക് അത് വിമാനങ്ങളിലടക്കം ക്വാറന്റൈൻ നിർബന്ധമാക്കില്ല. ഒരാഴ്ചക്കകം തിരിച്ചു പോകുന്നുവെന്ന് ഉറപ്പാക്കും. തിങ്കളാഴ്ച കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് പുറപ്പെട്ടത് കോഴിക്കോട്ട് നിന്നാണ്. കണ്ണൂരിൽ നിന്ന് ടിക്കറ്റ് റിസർവ് ചെയ്തവരുടെ യാത്ര ഇത് കാരണം മുടങ്ങി. ഈ വിഷയം റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങളിൽ ആളുകളെ എത്തിക്കുന്നുണ്ട്. ചില പരാതി അതിനോടൊപ്പം വരുന്നുണ്ട്. ചിലർ ഇതിന് കൂടുതൽ പണം വാങ്ങുന്നു എന്ന പരാതിയാണ്. അങ്ങനെ ആളെ കൊണ്ടുവരുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള യാത്രാക്കൂലിയുണ്ട്. അതിൽ വർദ്ധിക്കാൻ പാടില്ല. അതോടൊപ്പം മുൻഗണനാ വിഭാഗങ്ങളുണ്ട്. ആ മുൻഗണനാ വിഭാഗത്തെ തന്നെയായിരിക്കണം പരിഗണിക്കുന്നത്. അവർക്കായിരിക്കണം അവസരം നൽകുന്നത്. അതിഥി തൊഴിലാളികൾക്കിടയിൽ പ്രകോപനപരമായ വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് തുടരുകയാണ്. അവരുടെ കാര്യത്തിൽ സർക്കാർ നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണ്. അവർ നാട്ടിലേക്ക് പോകുന്നതിന് ഒരു തടസ്സവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യമായ എല്ലാ സഹായവും സർക്കാരിൽ നിന്നുണ്ടാകും. ശനിയാഴ്ചയും ഞായറാഴ്ചയും നമ്മുടെ സംസ്ഥാനത്ത് ആകെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ മുഴുകിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുന്നതിന് തുടർന്നും സജീവ ശ്രദ്ധ ഉണ്ടാകണം. കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രതിസന്ധികളെ അവസരമാക്കുക, അത് ഫലപ്രദമായി നടപ്പിലാക്കുക. ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ കാഴ്ചപ്പാട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രാവർത്തികമാവുകയാണ്. സാധാരണ വർഷത്തേതുപോലെ ജൂൺ 1 തന്നെ നമ്മുടെ അധ്യയന വർഷം ആരംഭിക്കുവാൻ കഴിഞ്ഞു. കുട്ടികളുടെ കയ്യും പിടിച്ച് രക്ഷിതാക്കൾ സ്കൂളിലെത്തുന്ന പതിവ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഉണ്ടായില്ല. പകരം ഓൺലൈനായി ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന പുതുരീതിയിലായിരുന്നു അധ്യയന വർഷാരംഭം. നിശ്ചിത സമയത്ത് ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കും ടൈം ടേബിൾ അനുസരിച്ച് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്നതാണ് രീതി. വിക്ടേഴ്സിൻ്റെ ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലിലും ഈ ക്ലാസുകൾ നൽകുന്നുണ്ട്. വീട്ടിൽ ടി വിയോ സ്മാർട്ട് ഫോണോ ഇൻ്റർനെറ്റോ ഒന്നുമില്ലാത്ത കുട്ടികൾക്കും
ക്ലാസുകൾ കാണാനുള്ള അവസരമൊരുക്കുന്നുണ്ട്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സൗകര്യം ലഭിക്കാത്ത കുട്ടികൾക്കായി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ടെലിവിഷൻ ഇല്ലാത്ത വീടുകളിലെ കുട്ടികൾക്കുള്ള അയൽപക്ക പഠന കേന്ദ്രങ്ങൾ KSFE സ്പോൺസർ ചെയ്യും. ഇവിടങ്ങളിൽ ടെലിവിഷൻ വാങ്ങുന്നതിനുള്ള ചെലവിൻ്റെ 75% KSFE സബ്സിഡിയായി നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം സംഭാവന നൽകിയതിൽ നിന്നാണ് ഇതിനുള്ള പണം കണ്ടെത്തുക. അങ്ങനെ ഈ പഠന കേന്ദ്രങ്ങളെല്ലാം KSFE സ്പോൺസർ ചെയ്യും. ടെലിവിഷൻ്റെ 25% ചെലവും കേന്ദ്രം ഒരുക്കുന്നതിനുള്ള മറ്റു ചെലവുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ സ്പോൺസർമാരെയോ കണ്ടെത്തണം. കുടുംബശ്രീ വഴി ലാപ്ടോപ്പുകൾ വാങ്ങുന്നതിനുള്ള ഒരു സ്കീം KSFE രൂപം നൽകുന്നുണ്ട്. KSFEയുടെ മൈക്രോ ചിട്ടിയിൽ ചേരുന്ന കുടുംബശ്രീ CDSകളിലാണ് ഈ സ്കീം നടപ്പാക്കുക. ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി ലഭ്യമാക്കിയ 1,20,000 ലാപ്ടോപ്പുകൾ, 7,000 പ്രോജക്ടറുകൾ, 4,545 ടെലിവിഷനുകൾ തുടങ്ങിയവ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശത്ത് കൊണ്ടുപോയി ഉപയോഗിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. സംപ്രേഷണ സമയത്തോ ആദ്യ ദിവസങ്ങളിലോ ക്ലാസുകൾ കാണാൻ കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ രക്ഷിതാക്കളും കുട്ടികളും ആശങ്കപ്പെടേണ്ടതില്ല. ആദ്യ ആഴ്ചയിൽ ട്രയൽ സംപ്രേഷണമാണ് നടക്കുന്നത്. ജൂൺ 1 ക്ലാസുകൾ അതേ ക്രമത്തിൽ ജൂൺ 8 തിങ്കളാഴ്ച പുനഃസംപ്രേഷണം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സമാനമായി ഓൺലൈൻ ക്ലാസുകൾക്ക് തുടക്കമായിട്ടുണ്ട്. അക്കാദമിക് കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ടൈം ടേബിളുകൾ തയ്യാറാക്കി അധ്യാപകർ ഓൺലൈനിൽ കൂടി ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത്. സാങ്കേതിക സംവിധാനങ്ങളുടെയും ഇൻ്റർനെറ്റിൻ്റെയും ലഭ്യതയെ അടിസ്ഥാനമാക്കി ലൈവ് ക്ലാസുകൾ നൽകും. ഓൺലൈൻ ക്ലാസുകൾക്ക് വേണ്ട സാങ്കേതിക സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്ക് ക്ലാസുകൾ ലഭ്യമാക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ കോളേജുകളിലോ അടുത്തുള്ള മറ്റ് സ്ഥാപനങ്ങളിലോ ഒരുക്കാൻ പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മാറ്റിവെച്ച SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. SSLCക്ക് 99.92% കുട്ടികളും ഹയർ സെക്കൻഡറിയിൽ 98.53%, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 98.92% പരീക്ഷ എഴുതി. ലോക്ക്ഡൗൺ ഘട്ടത്തിൽ കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തിയ എല്ലാവരെയും കുട്ടികളെയും അഭിനന്ദിക്കുന്നു. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 650 കോടി രൂപയുടെ വായ്പാ പദ്ധതികൾ നടപ്പിലാക്കും. ലോക്ക്ഡൗണിനെ തുടർന്ന് വരുമാനമില്ലാതായ സംരംഭകർക്ക് സംരംഭങ്ങൾ പുനരാരംഭിക്കുന്നതിന് പരമാവധി 5 ലക്ഷം രൂപ വരെ
6% വാർഷിക പലിശ നിരക്കിൽ പ്രവർത്തന മൂലധന വായ്പ അനുവദിക്കും. സുഭിക്ഷ കേരളം പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി OBC വിഭാഗത്തിൽപ്പെട്ട വ്യക്തിഗത വനിതാ സംരംഭകർക്ക് അവരുടെ വീടുകളിലും പരിസരങ്ങളിലുമായി കൃഷി, മത്സ്യം വളർത്തൽ, പശു, ആട് എന്നിവയെ വളർത്തൽ, പോൾട്രി ഫാം ഇവയെല്ലാം ആരംഭിക്കുന്നതിന് പരമാവധി 2 ലക്ഷം രൂപ വരെ 5% വാർഷിക പലിശ നിരക്കിൽ വ്യക്തിഗത വായ്പ അനുവദിക്കും. മൈക്രോ ക്രെഡിറ്റ്, മഹിളാ സമൃദ്ധി യോജന എന്നീ പദ്ധതികൾ പ്രകാരം അനുവദിക്കുന്ന വായ്പ 2 കോടിയിൽ നിന്നും 3 കോടി രൂപയായി വർദ്ധിപ്പിക്കും. 3 മുതൽ 4% വരെ വാർഷിക പലിശ നിരക്കിലാണ് CDSകൾക്ക് ഈ വായ്പ അനുവദിക്കുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് മടങ്ങിവരുന്ന OBC, മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിദേശ പ്രവാസികളുടെ പുനരധിവാസത്തിനായി കോർപ്പറേഷൻ നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് റിട്ടേൺ. 6 മുതൽ 8% വരെ പലിശ നിരക്കിൽ 20 ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കുന്ന ഈ പദ്ധതിയിൽ രേഖകൾ സമർപ്പിച്ച് 15 ദിവസത്തിനകം വായ്പ അനുവദിക്കും. പരമാവധി 3 ലക്ഷം രൂപ മൂലധന സബ്സിഡി 15%, തിരിച്ചടവിൻ്റെ ആദ്യ 4 വർഷം 3% പലിശ സബ്സിഡിയും നോർക്ക ലഭ്യമാക്കും. ഈ പദ്ധതി പ്രകാരം പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്നും സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 20 ലക്ഷം രൂപ വായ്പയെടുക്കുന്ന പ്രവാസിക്ക് വായ്പാ ഗഡുക്കൾ കൃത്യമായി തിരിച്ചടക്കുകയാണെങ്കിൽ വായ്പാ കാലാവധിയായ 5 വർഷത്തിനകം മുതലും പലിശയുമടക്കം തിരിച്ചടക്കേണ്ടത് മുതലിനേക്കാളും കുറഞ്ഞ തുകയായ 18.5 ലക്ഷം രൂപ മാത്രമാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ പ്രവഹിക്കുന്നുണ്ട് ചില പേരുകൾ. സാഹിത്യകാരൻ കോവിലൻ്റെ ഓർമ്മ ദിവസമാണ് നാളെ. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കോവിലൻ ട്രസ്റ്റിൻ്റെ വകയായ 1 ലക്ഷം രൂപ മകൾ കൈമാറി. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് 50 ലക്ഷം, ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ 18 ലക്ഷം, സംഘടനയുടെ സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിനടക്കം മാറ്റിവെച്ച തുകയാണ് കൈമാറിയത്. വെമ്പായം ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം, കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ 10 ലക്ഷം, പോസ്റ്റൽ ടെലികോം BSNL എംപ്ലോയീസ് സഹകരണ സംഘം 7,36,790 രൂപ, SFI കോട്ടയം ജില്ലാ കമ്മിറ്റി ₹1 റവല്യൂഷൻ ക്യാമ്പയിനിലൂടെ സമാഹരിച്ച 5,724 രൂപ, തിരുപുറം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം 2,64,129 രൂപ, ആയുർവേദ പ്രൊമോഷൻ സൊസൈറ്റി 2 ലക്ഷം രൂപ, AIYF കണ്ണൂർ ജില്ലാ കമ്മിറ്റി ബിരിയാണി ചാലഞ്ചിലൂടെ സമാഹരിച്ച 1,35,081 രൂപ. ഇത്രയാണ് ഇന്ന് കൈമാറാനുള്ള വിവരങ്ങൾ. ബസ് സർവീസ് ആരംഭിക്കുമെന്ന് പറഞ്ഞു. അത് എന്ന് മുതലാണ്? ജൂൺ 8 മുതലാണോ? അതിന്റെ ടിക്കറ്റ് നിരക്ക് എങ്ങനെയായിരിക്കും? കാരണം മുഴുവൻ സീറ്റിലും ഇതിന് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നതാണ് CM പറഞ്ഞത്. അപ്പോൾ ടിക്കറ്റ് നിരക്ക് എങ്ങനെയായിരിക്കും എന്ന് കൂടി വ്യക്തമാകാം. അതിൽ ടിക്കറ്റ് നിരക്കിനെ പറ്റി പിന്നെ സംശയം വരുന്നില്ലല്ലോ. നേരത്തെ പറഞ്ഞത് ഇതോടെ ഇല്ലാതാവുകയല്ലേ. അവർക്ക് ഉള്ള സിറ്റിംഗ് കപ്പാസിറ്റി മുഴുവനായിട്ട് ഉപയോഗിക്കാൻ അവസരം നൽകുകയാണ്. അപ്പോൾ അതിനകത്ത് പ്രശ്നമില്ല. പിന്നെ അതോടൊപ്പം ഇത് പെട്ടെന്ന് തന്നെ നടപ്പാക്കുക എന്നുള്ളത് 8-ന് ശേഷമല്ല, ഇപ്പം തന്നെ നടപ്പാക്കാവുന്നതാണ്.
സാമൂഹ്യ അകലം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എതിരല്ലേ എല്ലാ സീറ്റിലും യാത്ര അനുവദിക്കുന്നത്? അത് വിമാനയാത്രക്കാർക്കും ട്രെയിൻ യാത്രക്കാർക്കും എല്ലാം ബാധകമല്ലേ? അവർക്കെല്ലാം ഈ സൗകര്യമുണ്ട്. പിന്നെ ബസ് യാത്രക്കാർക്ക് ഈ സൗകര്യം വേണ്ടാത്തൊരു തനിയെ നമ്മൾ എടുക്കണ്ടല്ലോ. അതാണ്. ആരാധനാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടോ? കാരണം ഇതൊരു രാഷ്ട്രീയ ആയുധം എന്ന നിലയിലേക്ക് പോലും മാറുന്ന നിലയിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം വരുന്നുണ്ട്. ആവശ്യവും അല്ല, അത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമായിട്ടല്ലല്ലോ വരുന്നത്. അത് സാധാരണ നിലക്ക് വിശ്വാസികളുടെ എല്ലാം ആവശ്യമല്ലേ ആരാധനാലയങ്ങൾ തുറക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് 8-ാം തീയതിക്ക് ശേഷമാണ് അതിൻ്റെ മറ്റ് നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുക. കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന നടപടികൾക്കനുസരിച്ച് നാം എന്ത് ചെയ്യണമെന്നാണ് തീരുമാനിക്കേണ്ടത്. ആരാധനാലയങ്ങൾ എങ്ങനെ തുറക്കും, എത്തരത്തിലാണ് ആളുകൾ കൂടുന്നത് എന്നൊക്കെയുള്ളത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കാനാണ് ഇരിക്കുന്നത്. ഒരു കാര്യം ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആൾക്കൂട്ടം ആരാധനാലയങ്ങളിൽ ഉണ്ടാകാൻ പറ്റില്ല എന്നിപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ച ഉത്തരവിലുണ്ട്. ബാക്കി വിശദാംശങ്ങൾ വരട്ടെ, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തീരുമാനിക്കാം. ഈ കാര്യത്തിൽ മതമേലധ്യക്ഷന്മാരുമായി അങ്ങനെ എന്തെങ്കിലും ചർച്ചയോ മറ്റോ നടത്തുമോ, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു നിലപാടായിട്ട് കേന്ദ്രത്തെ എന്തെങ്കിലും അറിയിക്കും ഈ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ? നമ്മുടെ നിലപാടും അറിയിക്കും, ഇവിടുത്തെ മതമേധാവികളുമായി ചർച്ച ചെയ്യുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതാണ്. എന്നാലും ഒരു സംശയം, അതായത് ഈ സിനിമ ഷൂട്ടിങ് ഔട്ട്ഡോറിലും ആകാമോ അതോ ഇൻഡോറിലും സ്റ്റുഡിയോയിലും മാത്രമാണോ? മറ്റൊന്ന്, ഔട്ട്ഡോർ ട്രെയിനിലും വിമാനത്തിലും വരുന്നവർക്ക് ഒരാഴ്ചത്തെ ടിക്കറ്റുമായി വരുന്നവർക്ക് ക്വാറന്റൈൻ ഇല്ല. അതാ അങ്ങനെ ട്രെയിനിലും വിമാനം രണ്ടും ഉണ്ടല്ലോ. ഔട്ട്ഡോറിൽ പറ്റില്ല. പക്ഷേ ഈ സിനിമാ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു സ്റ്റുഡിയോക്കകത്ത് മാത്രമല്ല, ഒരു വീട്ടിനകത്തൊരു സെറ്റ് ഒരുക്കിയിട്ട് അവർ ചെയ്യില്ലേ. അപ്പോൾ അത് അത്തരത്തിൽ ലൊക്കേഷനുകളിൽ ആകാം. ഈ പറയുന്ന എണ്ണം പൂർണ്ണമായിട്ട് പാലിക്കണമെന്ന് മാത്രം. ഔട്ട്ഡോർ ഷൂട്ടിംഗ് പറ്റില്ല. CM നേരത്തെ പറഞ്ഞപ്പോൾ CM പറഞ്ഞു, ഗുരുവായൂരിൽ 50 പേരടങ്ങുന്ന 50 പേർ പങ്കെടുക്കുന്ന വിവാഹ ചടങ്ങുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവിടെ ഒരുപാട് വിവാഹങ്ങൾ നടക്കാറുണ്ട്. എത്ര വിവാഹം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ ഇപ്പോൾ വിക്ടേഴ്സ് ചാനലിലൂടെയുള്ള വിദ്യാഭ്യാസ പരിപാടിയെ പറ്റി അങ്ങ് പറഞ്ഞു. ഇപ്പോൾ ഈ വിക്ടേഴ്സ് ചാനല് LDF എതിർത്തെങ്കിലും അത് ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളാണ്. ഇപ്പോൾ അതിന്റെ പ്രചാരകരായി മാറിയതിൽ സന്തോഷമുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് VS പറഞ്ഞൊരു മറുപടി ഞാൻ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പം കണ്ടു. ഗുരുവായൂർ എത്ര വിവാഹമാണ്? ഗുരുവായൂര് ഈ സാധാരണഗതിയിൽ ഒരു വിവാഹമല്ല, അതിൽ കൂടുതൽ നടക്കാറുണ്ട്. പക്ഷേ വളരെ കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്നത് പ്രശ്നങ്ങളുണ്ടാക്കും. അത് ഗുരുവായൂർ ദേവസ്വം തന്നെ ആ കാര്യത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണം. വളരെ കൂടുതൽ നടത്തുന്ന നിലയിൽ ഉണ്ടാകരുത്. ഈ ഹോട്ടൽ റെസ്റ്റോറന്റ് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള അനുമതി നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഈ മാളുകൾ തുറക്കുന്ന സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം? ആ കാര്യങ്ങളിലൊക്കെ 8-ാം തീയതിയോടുകൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് അവരുടേതായ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ 8-ന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ സാധിക്കൂ. അതിൽ ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് എന്ന നിലക്ക് സംസ്ഥാന ഗവൺമെൻറ്റിലെ അഭിപ്രായങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്യുമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ചർച്ച ചെയ്യാൻ കാത്തു നിൽക്കാതെ തന്നെ അങ്ങോട്ട് ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ വന്നതിന് ശേഷം മാത്രമേ നിലപാടെടുക്കാൻ പറ്റൂ. ഏതായാലും ഒരു കാര്യം വ്യക്തമാക്കാം, കേന്ദ്ര ഗവൺമെൻറ് ഒരു കാര്യം ദേശീയാടിസ്ഥാനത്തിൽ തീരുമാനിച്ചാൽ അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ അധികാരമില്ല. അതിനേക്കാളും കൂടുതൽ കടുപ്പിക്കാം, ഇളവ് ചെയ്യാൻ സർക്കാരിന് അധികാരമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ ഈ വിമാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയും പെട്ടെന്ന് പോവുകയും ചെയ്യുന്നവർക്കാണ് നമ്മൾ ക്വാറന്റൈൻ വേണ്ടെന്ന് തീരുമാനിച്ചത്. ആ തീരുമാനം ഇപ്പോൾ തീവണ്ടിയിൽ വരുന്നവർക്കും കൂടെ ഏർപ്പെടുത്തിയെന്നാണോ? അതെ, തിരിച്ചു പോകുന്നവരെന്ന് പറയുന്ന ഒരു 5, 6, 7 ദിവസം, പരമാവധി 7 ദിവസം. അപ്പോൾ റിട്ടേൺ ടിക്കറ്റോടുകൂടി അവർ വരുന്നു. ഇവിടെ പ്രത്യേക ഒരു ആവശ്യത്തിന് വരികയാണ്. ഒരു പ്രത്യേക ആവശ്യം ഇന്ന് വരുന്നു, 2 ദിവസം കഴിഞ്ഞ് നിർവഹിക്കേണ്ട ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ 3 ദിവസം നിന്ന് നിർവഹിക്കേണ്ട ആവശ്യമാണ്. അദ്ദേഹത്തോട് നമ്മൾ 14 ദിവസം ഇവിടെ ക്വാറന്റൈനിൽ കഴിയണമെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. ആ കാര്യം നിർവഹിച്ച് അദ്ദേഹത്തിന് പോകാം. എന്തെങ്കിലും സാധാരണഗതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ വിമാനത്തിൽ വന്നവരുടെ ലഗേജുകളൊക്കെ കാർഗോയിൽ കിടക്കുകയാണ്. അപ്പൊ ഈ വന്നവർ തന്നെ നേരിട്ട് പോയി അത് വാങ്ങണമെന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പുറത്തുനിന്ന് വന്നവർ ഇപ്പോൾ ക്വാറന്റൈനിൽ കഴിയുകയാണ്. അവർക്ക് ഈ ലഗേജ് പോയി എടുക്കാൻ മാർഗമില്ല. അപ്പൊ അത് ഓതറൈസേഷൻ കൊടുത്തെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്നു.
എൻ്റെ ശ്രദ്ധയിലില്ലാത്തൊരു പ്രശ്നമാണത്. സാധാരണ ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നത് ആ ഘട്ടത്തിൽ തന്നെ ആ ലഗേജുകൾ എടുക്കണം, ആ ലഗേജ് കൂടി എവിടെയാണോ ക്വാറന്റൈൻ ചെയ്യുന്നത് ആ ക്വാറന്റൈൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം എന്നാണ് കണ്ടിരുന്നത്. പക്ഷേ അത് പ്രത്യേകമായി സൂക്ഷിക്കണമെന്നാണ് കണ്ടിരുന്നത്. അതിന് പ്രത്യേക സ്ലിപ്പൊക്കെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ ഈ 3000 ടെസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ നമ്മൾ 3000 അതിന് മുകളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ടെസ്റ്റുകള് നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് എത്ര എണ്ണം, നമ്മളെ ഇവിടെയുള്ള ആളുകൾക്ക് എത്ര, അങ്ങനെ ഒരു വേർതിരിവുണ്ടോ അതോ മുഴുവൻ ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യുകയാണോ? പുറത്തുനിന്ന് വരുന്നവരും ഇവിടെയുള്ളവരും എല്ലാം ടെസ്റ്റിന് വിധേയമാകുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. എത്ര എന്നുള്ള കണക്കിപ്പോൾ എൻ്റെ കയ്യിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ആരോഗ്യവകുപ്പിൻ്റെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. സിഎം സർക്കാരിന്റെ അഭിമാന പദ്ധതിയുള്ളത് ഞങ്ങൾ എപ്പോഴും ചൂണ്ടിക്കാട്ടുന്ന ഒരു പദ്ധതിയാണ് ഗെയിൽ പൈപ്പ് ലൈൻ. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു വാർത്താക്കുറിപ്പ് വന്നു. അദ്ദേഹം പറയുന്നത് ഗെയിൽ പൈപ്പ് ലൈൻ പൊട്ടിത്തെറിക്കുമെന്ന് പ്രചരിപ്പിച്ച പദ്ധതി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ വലിയ അഭിമാനമായി കൊണ്ടുപോകുന്നത്. അങ്ങനെ നിലപാട് ഏതെങ്കിലും ഘട്ടത്തിൽ CPM ഉണ്ടായിരുന്നു? അതെല്ലാം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതല്ലേ അദ്ദേഹത്തിന് നല്ലത്. അദ്ദേഹം കൂടി ആ പട്ടികയിലേക്ക് വരണോ? ഇതെല്ലാം നാട്ടിൽ അറിയാവുന്ന കാര്യമല്ലേ. ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിൽ എവിടെയായിരുന്നു തടസ്സം, എന്തായിരുന്നു, ആരാണ് എതിർത്തത് എന്നെല്ലാം ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എന്തുകൊണ്ട് നടപ്പാക്കാൻ ശ്രമിച്ചില്ല? ഞാൻ കൂടുതൽ പറയണോ അതിലേക്ക്? നടപ്പാക്കാൻ ഉണ്ടായിരുന്നല്ലോ അവസരം, എന്തുകൊണ്ട് ചെയ്തില്ല അത്? സിഎം, ഈ ലോക്ക്ഡൌൺ കാലത്ത് ആർക്ക് ശമ്പളം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സിഎം പറഞ്ഞിരുന്നു. പക്ഷേ ഈ സ്പോർട്സ് കൗൺസിൽ 200-ലധികം കരാർ ജീവനക്കാർക്ക് ഈ 2 മാസമായി ശമ്പളം മുടങ്ങിയിട്ട് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ശ്രദ്ധയിലില്ല. എന്താണെന്ന് അന്വേഷിക്കാം. ഈ ഗുരുവായൂരിൽ മാത്രമാണോ കല്യാണത്തിന് അനുമതി കൊടുത്തത്, അതേ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കല്യാണത്തിന് അനുമതി ഉണ്ടോ? നേരത്തെ അനുമതിയായി, എല്ലാ സ്ഥലത്തും അനുമതി ഉണ്ടായിരുന്നു. ഗുരുവായൂരിൻ്റെ കാര്യം പറയാൻ കാരണം ഗുരുവായൂരിൽ ഇപ്പോൾ നടത്തല്ല എന്ന് ഗുരുവായൂർ ദേവസ്വത്തോട് പറഞ്ഞിരുന്നു. മറ്റെല്ലാ സ്ഥലത്തും നേരത്തെ അനുമതിയുണ്ട്, അവരെല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂർ കൂടി ഇനി നടത്താമെന്നാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം, 210 പേർ വിദേശത്ത് മരിച്ചു എന്നുള്ളതാണ് സിഎം പറഞ്ഞ കണക്ക്. അത് ഗൾഫിൽ മാത്രം എത്രയാണ് എന്നുള്ളത് കൃത്യമായ കണക്കുണ്ടോ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ? എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല, അത് നമുക്ക് പിന്നീട് എടുക്കാം. സിഎം, ഈ സ്കൂൾ അടഞ്ഞു കിടന്ന കാലത്തും ഫീസ് വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ സിഎം ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. പക്ഷേ പല സ്കൂൾ മാനേജ്മെന്റുകളും ഇക്കാലത്ത് ഈ ഫീസ് അടയ്ക്കാത്തവർക്ക് പിന്നീട് ഫൈൻ കൂടി അടയ്ക്കണം എന്ന നിലയിലുള്ള നിർദ്ദേശം രക്ഷിതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അക്കാര്യത്തിൽ എന്തായിരിക്കും നിലപാട്? അത്തരം കാര്യങ്ങളോട് സർക്കാരിന് യോജിപ്പില്ല. അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോട് നിർദ്ദേശിക്കാം. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയ ഏതാണ്ട് 12ഓളം പേർക്കും അതുപോലെ തന്നെ 2-3 പേർക്ക് കർണാടകയിലും അവിടെ അതിർത്തിയിൽ നടത്തിയ റാപ്പിഡ് ടെസ്റ്റില് കോവിഡ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവർ എവിടെ നിന്നാണ് പോയത്, എന്താണ് കാര്യം, ഇവർക്ക് സമ്പർക്കം ഉണ്ടായിട്ടുണ്ടോ, ഇതിനെക്കുറിച്ച് കേരളത്തിൽ ആരോഗ്യ വകുപ്പ് അന്വേഷിക്കുന്നുണ്ടോ? നിങ്ങളെടുത്ത ആ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവർ ആരൊക്കെയാണെന്നുള്ള വിവരങ്ങൾ കൈമാറി, എന്നിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഗവൺമെന്റ് തന്നെ, തമിഴ്നാട് ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങളെ കയ്യിൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നോളൂ, നമുക്ക് പരിശോധിക്കാം, ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥരുണ്ട്, അധ്യാപക ഉദ്യോഗസ്ഥരുണ്ട്, അവരുടെ ഈ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ അടിയന്തരമായി കൊടുക്കാൻ ഉള്ള സാമ്പത്തിക അവസ്ഥയിലാണോ? അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷം സ്കൂൾ യൂണിഫോം വിതരണം ചെയ്തതിന്റെ പൈസ കിട്ടാത്ത സ്കൂളുകളുണ്ട്, അതും അടിയന്തരമായി നൽകാൻ എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളൊക്കെ അതത് സമയത്ത് തന്നെ കൊടുക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. പിന്നെ യൂണിഫോമിൻ്റെ കാര്യത്തിൽ യൂണിഫോം ഒരു ഭാഗം തുണി തന്നെയാണ് കൊടുക്കുന്നത്. തുണി കൊടുക്കാൻ കഴിയാത്തവരാണ് വേറെ വാങ്ങിക്കൊടുക്കേണ്ടിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. വിദേശത്ത് മരിച്ചവരുടെ ഈ പ്രവാസികളുടെ കുടുംബങ്ങൾ, അതായത് പാവപ്പെട്ട ആയിട്ടുള്ള കുടുംബങ്ങളെ സഹായിക്കുന്നതിന് എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? അവർക്ക് എന്തെങ്കിലും സഹായം നൽകാൻ എന്തെങ്കിലും തീരുമാനമുണ്ടോ? ഇപ്പം അത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അന്തർജില്ലാ ബസ് സർവീസിനെ കുറിച്ച് പറഞ്ഞു, 2 ജില്ലകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ബസ് സർവീസിനെ കുറിച്ച് അത് ഒന്നുകൂടെ വിശദമാക്കാമോ? അല്ല, എന്താ സംശയം? 2 ജില്ലകൾ അടുപ്പിച്ചടുപ്പിച്ചുള്ള 2 ജില്ലകൾ ചേർന്നുള്ള അതെ, സംശയമായിട്ട് പറഞ്ഞോ ഏത് ജില്ലയാന്ന് അന്നേരം പറയാലോ. ഇപ്പൊ തിരുവനന്തപുരം, കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും വരാം, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കും പോവാം. അങ്ങനെ അതെ. കൊല്ലം പത്തനംതിട്ട ബസ് വേറെ ഉണ്ടാവും. കൊല്ലത്തിന്റെ തൊട്ട ജില്ലയിലേക്ക് പോകാം. തൊട്ട ജില്ലയിലേക്ക് പോകുന്നതിന് തടസ്സമില്ല. അല്ല, ചെയിനല്ല,
രണ്ട് ജില്ലയുമായി ബന്ധപ്പെട്ട് മാത്രമേ യാത്ര, നേരത്തെ ഒരു ജില്ലയല്ലേ നടത്താൻ പാടുള്ളൂ, ഇപ്പം തൊട്ടടുത്ത ജില്ലയിലേക്ക് കൂടി നടത്താം. അതാണ്. വിക്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തിയ ഓൺലൈൻ പരിപാടി പൊതുവെ വലിയ പ്രശംസ നേടിയതാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു ഇത് വന്നിട്ടുള്ളത്, ഇപ്പോൾ നമ്മുടെ പല നെറ്റ്വർക്കുകൾ, ഇപ്പോൾ സൺ, എയർടെൽ, അങ്ങനെ ഒരുപാട് നെറ്റ്വർക്കുകൾ, അപ്പോൾ ചില നെറ്റ്വർക്കുകളിൽ ഈ വിക്ടേഴ്സിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ അത് സർക്കാർ തലത്തിൽ അങ്ങനെ ഒരു അഭ്യർത്ഥന വെക്കുകയൊക്കെ ഇടപെടൽ, ഈ ട്രയൽ റൺ കഴിഞ്ഞ ശേഷം എല്ലാ കേബിൾ നെറ്റ്വർക്കുകളും കിട്ടാനുള്ള ഒരു സംവിധാനത്തിന് ഇടപെടലുണ്ടാവും. അത് ചെയ്യാം. സിഎമ്മിന്റെ ഈ 6 മണി വാർത്താ സമ്മേളനങ്ങളെ ബഡായി ബംഗ്ലാവെന്നും 6 മണി റിയാലിറ്റി ഷോയിൽ നോക്കിയാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPC അധ്യക്ഷൻ വിശേഷിപ്പിക്കുന്നത്. എന്താണ് അങ്ങേക്ക് ഈ ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഈ ആരോപണങ്ങളെ കുറിച്ച്? അവരെ രണ്ടുപേരെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം നിങ്ങൾക്ക് നിർബന്ധമുണ്ടല്ലേ? ഞാൻ എന്താണ് പറയുന്നത് എന്ന് നിത്യമായി നിങ്ങൾ മാത്രമല്ല നിങ്ങളിലൂടെ ഈ നാട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് ബഡായിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നോക്കണം. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇന്നിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇന്ന് പറഞ്ഞ കാര്യത്തിൽ ഏതാണ് ബഡായി? ബഡായി എന്ന് പറഞ്ഞാൽ ഒരു പൊങ്ങച്ചം പറച്ചിലാണ്. ഏതിലാണ് പൊങ്ങച്ചം പറച്ചിലുണ്ടായിട്ടുള്ളത്? അത് നോക്കി നിങ്ങൾ. ഇതൊക്കെ സ്വയം പരിഹാസ്യമാകാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന കാര്യം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നൊരു തെറ്റുമില്ല. പക്ഷേ നമ്മുടെ ഇദ്ദേഹം ഇങ്ങനെയായിപ്പോയി. അത് നിങ്ങളെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ബാക്കി നാളെ കാണാം.